റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പിടിച്ചിരിക്കുന്ന പരിച വളരെ പ്രധാനപ്പെട്ടതും അത്യാവശ്യ ഘടകവുമായിരുന്നു. അത് പടയാളിയുടെ മുഴുവൻ ശരീരത്തെയും സംരക്ഷിക്കുവാൻ പര്യാപ്തമായിരുന്നു. അത് വെറുമൊരു നിഷ്ക്രിയ ഉപകരണമായിരുന്നില്ല. അക്രമങ്ങളെ തടയാനും വഴിതിരിച്ചുവിടാനും അത് സജീവമായി ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് തീജ്വാല പോലത്തെ അമ്പുകളുടെ മുമ്പിൽ. തിരുവചനം പറയുന്നു, എഫേസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. സംശയം, പ്രലോഭനം, ആത്മീയ ആക്രമണം എന്നിവ നേരിടുമ്പോൾ ദൈവത്തിൽ നാം ആഴമായി വിശ്വസിക്കുക. അവിടുത്തെ വാഗ്ദാനങ്ങളിലും അവിടുത്തെ സ്വഭാവത്തിലും അവിടുത്തെ ശക്തിയിലും വിശ്വസിക്കുക എന്നർത്ഥം. സാഹചര്യങ്ങളെല്ലാം നന്നായി അനുകൂലമായിരിക്കുമ്പോൾ ഉറച്ചു നിൽക്കുവാൻ നമ്മെക്കൊണ്ട് കഴിഞ്ഞെന്ന് വരും. എന്നാൽ ജീവിതം ദുഷ്കരമാകുമ്പോൾ ഉറച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ നാം ആഴമായി കർത്താവിൽ വിശ്വസിക്കണം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് നാം മറക്കാതിരിക്കുക. The devil is not afraid of a dusty Bible or a passive Christian. He flees from the one who raises the shield of faith. പൊടിപിടിച്ച ബൈബിളിനെയോ നിഷ്ക്രിയനായ ഒരു ക്രിസ്ത്യാനിയെയോ പിശാച് ഭയപ്പെടുന്നില്ല. പകരം വിശ്വാസത്തിൻ്റെ പരിച ഉയർത്തുന്നവനിൽ നിന്ന് അവൻ ഓടിപ്പോകുന്നു. അതുകൊണ്ട് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും സംശയവിചാരത്തിൻ്റെയും ആകുല ചിന്തയുടെ മുമ്പിൽ നമ്മുടെ പരിച ഉയർന്നിരിക്കട്ടെ. വിശ്വാസം യാന്ത്രികമല്ല, അത് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, വിശ്വാസമെന്ന പരിച എടുപ്പീനെന്ന്. ശത്രു അമ്പുകൾ തൊടുത്ത് വിട്ടതിന് ശേഷം എടുക്കുവാനുള്ളതല്ല അത്. അവൻ തൊടുത്തു വിടുന്നതിന് മുമ്പ് നമ്മുടെ പരിച ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ മനസ്സും ഒരു യുദ്ധക്കളമാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മെ അലട്ടുക നിമിത്തം നാം ആത്മീയത്തിൽ ക്ഷീണം അനുഭവിക്കുന്നു. ഇവിടെ നാം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് വിചാരത്തെയും അവനോടുള്ള അനുസരണത്തിനായിട്ട് വിശ്വാസത്താൽ പിടിച്ചടക്കണം. വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുന്നവനാണ് യഥാർത്ഥ ആത്മീയ പോരാളി. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.